ഈ മണ്ഡലത്തിനകത്തൊരു MLA ഉണ്ട് എന്ന് TN ജേക്കബിന് ശേഷം ജനങ്ങൾക്ക് ബോധ്യമായത് ആന്റണി MLA ആയതിനു ശേഷമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായം നേടിയെടുത്തത് ഈ കേരളത്തിൽ കോതമംഗലം മണ്ഡലത്തിലാണ്. നേട്ടത്തെ തൻ്റെ മണ്ഡലത്തിൽ നടപ്പാക്കണമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു MLA എന്ന നിലയ്ക്ക് മൂന്നാം വട്ടവും ആന്റണി ജനവിധി തേടുമ്പോൾ ആ ജനവിധിയിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല, വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി സഖാവ് ആന്റണി ജോൺ വീണ്ടും അധികാരത്തിൽ വരും. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർഭരണം ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ വന്നപ്പോൾ അതിന് വന്നിട്ടുള്ള വികസന നേട്ടങ്ങൾ നിരവധിയാണ്. നേട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞാലും തീരാത്തത്ര നേട്ടങ്ങളാണ് ഈ സംസ്ഥാനം കൈവരിച്ചത്. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് 2018 സമാനതകളില്ലാത്ത വലിയ പ്രളയമായിരുന്നു. ആ പ്രളയത്തെ അതിജീവിക്കുന്നതിന് നമ്മുടെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള സമീപനം ലോകത്തിൻ്റെ ആകെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ്, ശ്രദ്ധയാകർഷിച്ചതാണ്. എല്ലാവിധത്തിലുമുള്ള ഒരു മനുഷ്യന്റെ പുരുഷായുസ്സിൽ അവൻ സമ്പാദിച്ചത് മുഴുവൻ വെള്ളത്തിനടിയിൽ പോയ ജനതയെ റീബിൽഡ് കേരളയിലൂടെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കാൻ ആ ഗവൺമെന്റിന് കഴിഞ്ഞു. തൊട്ടു അടുത്ത വർഷമാണ് കോവിഡ് നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും ആകെ പിടികൂടിയത്. ഒരു മുൻകരുതൽ മാതൃക ഒരു രാജ്യത്തിനുമില്ല. ലോകത്താകെ കോവിഡ് പടർന്നു പിടിച്ചു. കോവിഡ് പടർന്നു പിടിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ ചത്തു വീഴുകയാണ്. ലോകത്തിന്റെ സമ്പത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന അമേരിക്കക്കകത്ത് ആളുകൾ ചത്തു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ ഈ കേരളത്തിൽ അങ്ങനെ ഒരു കാഴ്ച കാണാൻ നമുക്കിടയായില്ല. കാരണം കേരളത്തിലെ ഗവൺമെന്റ്, അതിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ, അവരെല്ലാം എടുത്തിട്ടുള്ള ഒരു മുൻകരുതൽ അത് മനുഷ്യത്വ സ്നേഹപരമായിട്ടുള്ള സമീപനമായിരുന്നു. മുൻ മാതൃകകളൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും കോവിഡിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് സമാനതകളില്ലാത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി. ഏതെങ്കിലും ഒരാൾക്ക് പനിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ അയാളെ 1 മണിക്കൂറിനുള്ളിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ, ആശുപത്രികളിൽ എത്തിച്ച് ചികിത്സ നടത്തി 14 ദിവസം അവരുടെ ചികിത്സ പൂർത്തീകരിച്ച് വീടുകളിൽ കൊണ്ടുവിടുകയും ആ വീടുകളിൽ ഇരിക്കുന്ന ആളുകളെ ക്വാറന്റൈൻ ചെയ്യിച്ച് അവർക്ക് ആവശ്യമായുള്ള ഭക്ഷ്യസാധനങ്ങൾ ആ വീടുകളിൽ എത്തിച്ചു കൊടുത്ത് അവരെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്തുണ്ടായി. ഒരാൾ പോലും, ഒരു വർഷം ഈ കേരളം അടഞ്ഞു കിടന്നിട്ട് ഒരാൾ പോലും പട്ടിണി കൊണ്ട് മരിക്കാത്ത ഏക സംസ്ഥാനം ഈ കേരളമാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം കരുതൽ ഗവൺമെന്റ് ജനതയോട് കാണിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ അമേരിക്ക അടക്കമുള്ള, ഇംഗ്ലണ്ട് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ പത്രങ്ങൾ പോലും കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ പ്രകീർത്തിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത് നമുക്കൊരു മാതൃകയാണ്. ലോകത്ത് മുമ്പ് ഒരു സ്ഥലത്തും ഇല്ലാതിരുന്ന അത്ര രീതിയിൽ ജനതയെ സംരക്ഷിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായി എന്ന് പറഞ്ഞാൽ അത് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റിൻ്റെതാണ്. നമുക്കറിയാം, 2016 വരെ കേരളം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരിച്ചതാണ്. അന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള അവസ്ഥ നമുക്കറിയാം. ക്ഷേമ പെൻഷനുകൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന 600 രൂപ പെൻഷൻ പോലും 18 മാസം കുടിശ്ശിക വരുത്തി. എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ആ 5 വർഷം കൊണ്ട് 18 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ 1.5 വർഷത്തെ കുടിശ്ശിക വരുത്തിയ ഗവൺമെന്റ് അന്ന് കൊടുത്തുകൊണ്ടിരുന്നത് 32 ലക്ഷം പേർക്കാണ്. അതിനുശേഷം തുടർന്ന് ഭരണത്തിൽ അധികാരത്തിൽ വന്ന സഖാവ് പിണറായിയുടെ ഗവൺമെന്റ്, LDF ഗവൺമെന്റ്, ആ പെൻഷൻ പടിപടിയായി ഉയർത്തി ഇന്ന് 2000-ലെത്തി നിൽക്കുകയാണ്. ഒരു മാസത്തെ പോലും കുടിശ്ശികയില്ല. ഒരു മാസത്തെ പോലും കുടിശ്ശികയില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരായ, ആരാലും തിരിഞ്ഞു നോക്കപ്പെടാത്ത വാർദ്ധക്യങ്ങളെ സഹായിക്കാൻ, അശരണരായ വനിതകളെ സംരക്ഷിക്കാൻ,
ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് ചെറുതല്ല. കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലാണ് ഈ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ക്ഷേമ വികസന നേട്ടങ്ങൾ കൈവരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ വലിയ പ്രതികാര ബുദ്ധിയോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ്റിന് നിലവിൽ നിയമാനുസൃതം കൊടുക്കേണ്ട വിഹിതം പോലും കൊടുക്കാതെ ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട്, ധനകാര്യ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട്, ആനുകൂല്യങ്ങളൊന്നും കൈമാറാതെ ഞെക്കിക്കൊല്ലുകയാണ്, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. 10ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് അനുവദിച്ച 3.92% വിഹിതം എന്നുള്ളത് 14ാം ധനകാര്യ കമ്മീഷനായപ്പോൾ അത് 1.9 കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നേർപകുതിയായി നമുക്ക് തരേണ്ട വിഹിതം കുറഞ്ഞു എന്നാണ്. കേരളത്തിൽ നിന്ന് 1 രൂപ നികുതി പിരിച്ചുകൊണ്ട് പോയാൽ കേരളത്തിന് തിരികെ കിട്ടുന്നത് വെറും 27 പൈസ മാത്രമാണ്. എന്നാൽ മറ്റ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബീഹാർ ഉൾപ്പെടെ ബീഹാറിന് കിട്ടുന്നത് 17 രൂപ 15 പൈസയാണ്. ഉത്തർപ്രദേശ് 12 രൂപ 15 പൈസയാണ്. അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം തമിഴ്നാട് 3.72 ആണ്. പക്ഷേ കേരളത്തിന് കിട്ടുന്നത് കേവലം 27 പൈസയാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേരളത്തെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലാൻ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു വലിയ വിവേചനം കാണിക്കുകയാണ്. ഇന്നിന് നമ്മുടെ മുമ്പിൽ തൊട്ടടുത്തൊരു ഉദാഹരണമുണ്ടല്ലോ. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ദുരന്തം. ആ ദുരന്തത്തിൽ 287 പേരാണ് ജീവിതം നഷ്ടപ്പെട്ടത്. ദുരന്തത്തിൽപ്പെട്ടവർ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ഈ കേരളത്തിൽ അധിവസിക്കുന്ന ജനങ്ങളാണ്, ആ പ്രദേശത്തെ ജനങ്ങളാണ്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവാം, BJP-ക്കാരുണ്ടാവാം, കോൺഗ്രസ്സുകാരുണ്ടാവാം. അവർക്ക് കിട്ടേണ്ട ഒരു അവകാശത്തെ ഇല്ലാതാക്കാൻ കൂട്ടുനിൽക്കുക എന്നുള്ള കുറ്റകരമായ ദേശവിരുദ്ധമായിട്ടുള്ള സമീപനമാണ് കോൺഗ്രസ് പാർട്ടി ആ കാര്യത്തിൽ UDF-ന്റെ നേതൃത്വത്തിൽ എടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവിടുത്തെ ജനതയെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റിനെ നാം കണ്ടു. വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടൗൺഷിപ്പ് കൽപ്പറ്റയ്ക്ക് അടുത്ത് ഇപ്പോ പടുത്തുയർത്തി അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 178 വീടുകളുടെ താക്കോൽദാനം നടത്തി. അതിനർത്ഥം ഗവൺമെന്റ് ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവരുടെ കൂടെയുണ്ട് എന്നാണ്. അതേസമയം കോൺഗ്രസ് പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് പണപ്പിരിവ് നടത്തി. കോൺഗ്രസ് 100 വീടുകൾ കൊടുക്കുമെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി 100 വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ MP, നിലവിലെ MP, ഒരു നയാ പൈസ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടില്ല. കേരളത്തിലെ MLA-മാർ, MP-മാർ, ജനപ്രതിനിധികളെല്ലാം അവരുടെ 1 മാസത്തെ ഓണറേറിയം ഇതിലേക്ക് സംഭാവന ചെയ്തു. ഗവൺമെന്റ് ജീവനക്കാർ സംഭാവന ചെയ്തു. പക്ഷെ കോൺഗ്രസ് പാർട്ടി എടുത്ത സമീപനം എന്താ? ഈ സംസ്ഥാനത്തെ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി തങ്ങളുടെ 1 മാസത്തെ വേതനം ഈ CMDRF-ലേക്ക് കൊടുക്കണമെന്നുള്ള ഗവൺമെന്റിന്റെ അഭ്യർത്ഥന നിരസിച്ചു എന്ന് മാത്രമല്ല, കൊടുക്കരുതെന്ന് ആഹ്വാനം ചെയ്തു. ഗവൺമെന്റിന്റെ CMDRF-ലേക്ക് ഒരു നയാ പൈസ കൊടുത്തു പോകരുത് എന്ന ആഹ്വാനമാണ് കോൺഗ്രസും കോൺഗ്രസിന്റെ അനുകൂല സംഘടനകളും ആ കാര്യത്തിൽ എടുത്തത്. അവരാകട്ടെ ഞങ്ങൾ സ്വന്തം നിലയിൽ വീട് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചു. ഇന്ന് വരെ ഒരു കോൺഗ്രസ് നേതാവും എത്ര രൂപ ഞങ്ങൾ പിരിച്ചു, എത്ര വീട് പണിത് കൊടുക്കുമെന്ന് പറയാൻ കഴിയാത്തവണ്ണം മേടിച്ച പണമെല്ലാം പുട്ടടിച്ച് തീർക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്നാൽ മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുള്ള യുവജന സംഘടനകൾ ഈ സംസ്ഥാനത്തുണ്ട്. AIYF 2 കോടി രൂപ ഈ സംസ്ഥാനത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. DYFI 20 കോടി രൂപയാണ് കൊടുത്തത്. 100 വീടുകൾ പണിയുന്നതിനുള്ള തുകയാണ് കൊടുത്തത്, 20 കോടി രൂപ. ഗവൺമെന്റ് പറഞ്ഞ ഒരു വീടിന് 20 ലക്ഷം രൂപ. അത് കണക്കാക്കുമ്പോൾ ആ വീടിനകത്ത് 1000 സ്ക്വയർ ഫീറ്റിലുള്ള വീട്, 2 ബെഡ്റൂം, അതിനാവശ്യമായിട്ടുള്ള ഫർണിച്ചർ അടക്കം അവരുടെ ജീവിതത്തിനാവശ്യമായ ഗൃഹോപകരണങ്ങൾ അടക്കം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത് സാധ്യത പ്രായമാക്കിയ ഗവൺമെന്റാണ്.
അതിൻ്റെ ആദ്യഘട്ടമാണ് 178 വീടുകൾ കഴിഞ്ഞ മാസം ജനങ്ങൾക്ക് സമ്മാനിച്ചത്. ഇപ്പോൾ ബാക്കിയുള്ള വീടുകളുടെ പണി പുരോഗമിക്കുകയാണ്. എന്നാൽ അതിന് വിഭിന്നമായി മുസ്ലിം ലീഗ് 52 വീടുകൾ കൊടുത്തു. ഞങ്ങൾ അതിനെ ശ്ലാഘിക്കുകയാണ്. കാരണം ഗവൺമെന്റിനോടൊപ്പം നിൽക്കുകയും അവരുടെ തനതായിട്ടുള്ള കുറച്ച് വീടുകൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് പണിതു കൊടുക്കാൻ സന്നദ്ധമായ ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയ്ക്ക് അവർ എടുത്തത് ഒരു മാതൃകയാണ്. എന്നാൽ അവരെ ആകെ നയിക്കുന്ന UDFന്റെ ഏറ്റവും വലിയ സംഘടന എന്ന കോൺഗ്രസ് അവരുടെ MP-മാർ എടുത്ത സമീപനം, ആ വയനാട്ടിലെ MP എടുത്ത സമീപനം ഒരിക്കലും കേരള ജനത പൊറുക്കില്ല. ഇത് ജനങ്ങളെ സഹായിക്കുന്ന ഒരു ഗവൺമെന്റ് വീണ്ടും വരണമെന്നുള്ള ചിന്ത ജനങ്ങളിൽ രൂഢമൂലമാക്കിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അതാണ്. വികസനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരള സംസ്ഥാനം നേടിയ നേട്ടങ്ങളെ ഓരോന്നോരോന്നായി എടുത്താൽ മാത്രം മതി. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ നമ്പർ 1 ആണ് കേരളം. ഇന്ത്യയിൽ നമ്പർ 1 ആണ്. ദേശീയപാത വികസനം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ കേരളത്തിൽ ദേശീയപാത വികസനം ഒരിക്കലും ഇനി സാധ്യതപ്രായമാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് NHന്റെ ആഫീസ് അടച്ചുപൂട്ടി NHന്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്ന് സ്ഥലം വിട്ടുപോയിട്ടുണ്ട്. 30 മീറ്ററിൽ കൂടുതൽ വീതിയെടുക്കാൻ കേരളത്തിൽ കഴിയില്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ ദേശീയപാതയുടെ വികസനത്തിൽ കേരളത്തിൽ ഒരു കാഴ്ചപ്പാട്, മറ്റു സംസ്ഥാനങ്ങളിൽ വേറൊരു കാഴ്ചപ്പാട് എന്ന നിലയിലാണ് നിന്നത്. കാരണം എന്താണ്? മറ്റു സംസ്ഥാനങ്ങളിൽ ദേശീയപാതയുടെ മുഴുവൻ പണവും മുടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. എന്നാൽ കേരളത്തിൽ സ്ഥലമെടുത്തു കൊടുത്താൽ മാത്രമേ കേരളത്തില് ദേശീയപാത വികസനം നടത്തൂ എന്നുള്ള പ്രഖ്യാപനം നടത്തി. ആ വെല്ലുവിളി സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തു. സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു, ആവശ്യമായിട്ടുള്ള സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്ത് തരും. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു, മാർക്കറ്റ് വിലയുടെ 3 ഇരട്ടി തരാം. മാർക്കറ്റ് വിലയുടെ, താരിഫ് വിലയല്ല, മാർക്കറ്റ് വിലയുടെ 3 ഇരട്ടി തരാം. ഒരു പ്രയാസവും കൂടാതെ സ്ഥലം ഏറ്റെടുത്തു. അവർക്ക് പണം കൊടുത്തു. 5580 കോടി രൂപ സംസ്ഥാനത്ത് നിന്ന് കൊടുത്തുകൊണ്ടാണ് ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുത്തത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാന ഖജനാവിൽ നിന്ന് 5580 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് കേരളത്തിലെ ദേശീയപാത വികസനം നടന്നത്. അത് സാധ്യതപ്രായമാക്കി. ഗെയിൽ പൈപ്പ് ലൈൻ ഈ കേരളത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടിയ ഒരു പ്രസ്ഥാനമായിരുന്നു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് സാധ്യതപ്രായമാക്കി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 5000-ലധികം സ്കൂളുകൾ ലാഭകരമല്ല എന്ന കാരണം കൊണ്ട് അതിനെ അടച്ചുപൂട്ടാൻ വേണ്ടി ഉത്തരവ് കൊടുത്ത ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. എന്നാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ 6 ലക്ഷം കുട്ടികളടക്കം, കൂടുതൽ കുട്ടികളടക്കം പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന കാഴ്ച നാം കണ്ടു. 5000-ലധികം സ്കൂളുകൾ സ്മാർട്ട് സ്കൂളുകളാക്കി മാറ്റി. ക്ലാസ് മുറികൾ സ്മാർട്ടായി. കൂടുതൽ ആളുകൾ പൊതുമേഖലയെ ആശ്രയിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെട്ടു. അതിന്റെ ഭാഗമായി കേരളം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. കേരളത്തിലെ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന സർവകലാശാലകൾ എന്ന നിലയ്ക്ക് 10 എണ്ണം എടുത്താൽ അതിൽ 2 എണ്ണം കേരളത്തിലാണ്. ആ രീതിയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിത്തീർക്കുന്നതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതിന്റെ മന്ത്രിക്കും കഴിഞ്ഞു. മറ്റൊന്ന്, സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് അവരുടെ പാർപ്പിടവും അതുപോലെ സ്വന്തമായ ഒരു സെന്റ് ഭൂമി എന്നുള്ള കാഴ്ചപ്പാട്. അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഈ 3 പ്രശ്നങ്ങളും പരിഹരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. 5 ലക്ഷത്തിലധികം വീടുകളാണ് ലൈഫ് മിഷൻ വഴി വീടില്ലാത്ത ആളുകൾക്ക് നിർമ്മിച്ചു കൊടുത്തത്. കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ അവർ പറയുന്ന ന്യായം 72,000 രൂപ ഒരു വീടിന് കൊടുത്തു കഴിഞ്ഞാൽ ആ വീടിന്റെ മുമ്പിൽ നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കണം, നരേന്ദ്രമോദി PMRY സ്കീമിൽ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെക്കണമെന്നാണ്. പക്ഷേ കേരള സംസ്ഥാനത്ത് ലൈഫ് മിഷൻ വീടുകൾക്ക് 4 ലക്ഷം രൂപ നമ്മൾ അനുവദിച്ചു. അതിദാരിദ്ര്യമില്ലാത്ത കേരളത്തിലെ, ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ
ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമല്ല. ഈ രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന 2021 ആദ്യത്തെ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ സർവേ നടന്നത്. 4 ലക്ഷം ആളുകളാണ് ആ സർവേയിൽ പങ്കെടുത്തത്. കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ആശാവർക്കർമാരും അംഗൻവാടി ടീച്ചർമാരും അടക്കം കുടുംബശ്രീ പ്രവർത്തകരടക്കം ഉദ്യോഗസ്ഥന്മാരടക്കം സർവേ നടത്തിക്കൊണ്ട് ആദ്യം എടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് 1.5 ലക്ഷം ആളുകളുടെ ലിസ്റ്റായിരുന്നു. എന്നാൽ ആ ലിസ്റ്റ് വീണ്ടും ഷോർട്ട് ചെയ്തു. ഗ്രാമസഭയുടെ ലിസ്റ്റ് വെച്ച് അംഗീകരിച്ചു. അവസാനം 66,006 കുടുംബങ്ങൾ അതിദരിദ്രരെന്ന് കണ്ടെത്തി അവരെ അതിദരിദ്ര വിമുക്തമാക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുത്തു, റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്തു, തടത്തിണ്ണയിൽ അന്തി ഉറങ്ങിയവരെ ഗവൺമെന്റ് ഷെൽട്ടറുകളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അങ്ങനെ അവരെ ദാരിദ്ര്യ വിമുക്തരാക്കി. അതിന്റെ പ്രഖ്യാപനമാണ് കഴിഞ്ഞ നവംബർ 1-ാം തീയതി ഈ കേരളത്തിൽ നടന്നത്. അതിനെ അപഹസിച്ച ആളുകളുണ്ട്. അവർക്ക് ചരിത്രത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ പോലുള്ള സംസ്ഥാനത്ത് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി ഈ കേരളം മാറിയത്. അതൊരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ട് നേടിയതാണ്. തെരഞ്ഞെടുപ്പിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി. 100 കണക്കിന് ആളുകൾക്ക് പട്ടയം, ഏതാണ്ട് 4.5 ലക്ഷം ആളുകൾക്ക് അവർക്ക് സ്വന്തമായി ഭൂമിക്ക് അവകാശികളാക്കി മാറ്റിയത് ഈ ഗവൺമെന്റാണ്. 4 ലക്ഷത്തിലധികം ആളുകൾക്ക് പട്ടയം കൊടുത്ത ഗവൺമെന്റാണ്. ഇത് മാത്രമല്ല, നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ. കഴിഞ്ഞ 10 വർഷം വർഗീയ ലഹളകളില്ലാത്ത ഒരു നാടായി ഈ കേരളം മാറി. യാതൊരു വർഗീയ ലഹളകളും കഴിഞ്ഞ 10 വർഷം ഈ കേരളത്തിലുണ്ടായിട്ടില്ല. ഞാൻ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇത് മതസൗഹാർദ്ദത്തിന്റെ മതസാഹോദര്യത്തിന്റെ നാടാണ് കേരളം. ഗോഡ്സ് ഓൺ കൺട്രിയാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇവിടെ ജാതി മതഭേദമില്ലാതെ ജനങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു നാടാണ്. അതിലേക്ക് വിള്ളൽ വീഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് പല പരിശ്രമങ്ങളും നടന്നുവെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. പവർ കട്ടില്ലാത്ത കേരളം. കഴിഞ്ഞ 10 വർഷം പവർ കട്ടില്ലാത്ത ഏക സംസ്ഥാനം ഈ കേരളമാണ്. മറ്റു മേഖലകളിൽ എടുത്ത് പരിശോധിച്ചാൽ, കർണാടക എടുത്ത് പരിശോധിച്ചാൽ, അവിടെ ഇപ്പോഴും ബാംഗ്ലൂർ സിറ്റിയിലടക്കം 4 മണിക്കൂറാണ് പവർ കട്ട്, ലോ ഷെഡിങ്ങും പവർ കട്ടും. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം പവർ കട്ടില്ലാത്ത ഒരു സംസ്ഥാനമായി ഈ കേരളത്തിലെ നിലനിർത്തിയത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. കാരണം വൈദ്യുതി ഇല്ലാതെ നമുക്ക് 1 ഇഞ്ച് പോലും 1 മിനിറ്റ് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത നാടായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് ECD ഡൂയിങ് ബിസിനസ്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം, അത് 2-ാം വർഷവും തുടർച്ചയായി 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റായി നമ്മുടെ സ്റ്റേറ്റ് മാറിയിരിക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം ജനങ്ങളുടെ വരുമാനത്തിൽ വലിയ വർധനവുണ്ടാക്കണം. അതിനവർക്ക് തൊഴിൽ വേണം. ഇപ്പോൾ കേരളം വ്യവസായങ്ങളുടെ നാടായി മാറുകയാണ്. വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് കേരളമാണ്. കാരണം ഈ കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം വലിയ രീതിയിൽ വർദ്ധിച്ചു കഴിഞ്ഞു. പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി സാധനങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ദേശീയപാത വികസനം നടന്നു, ജലമെട്രോ നടന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും എളുപ്പത്തിൽ കഴിയുന്നു എന്നുള്ളതാണ്. നേരത്തെയെല്ലാം നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു വ്യവസായം തുടങ്ങാൻ നിരവധിയായ സർട്ടിഫിക്കറ്റുകൾ വേണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ പുതിയ നയത്തിന്റെ ഭാഗമായി എല്ലാം ഏകജാലക സംവിധാനമായി മാറി. ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ നടത്തിയാൽ 3 വർഷത്തേക്ക് യാതൊരുവിധ ലൈസൻസ് ഇല്ലെങ്കിലും നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന വ്യവസായ സൗഹൃദ സംസ്ഥാനമായി ഈ കേരളം മാറി. കഴിഞ്ഞ 1 വർഷം മാത്രം ഈ കേരളത്തിൽ 1 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി. 1 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏതാണ്ട് 3 ലക്ഷം ആളുകൾക്ക് സ്വന്തമായി വരുമാനം ഉണ്ടായി എന്നാണ്. ഒരു സ്റ്റാർട്ടപ്പിൽ 3 പേർക്ക് പണി കൊടുത്താൽ, മിനിമം 3 പേർക്ക് പണി കൊടുത്താൽ 3 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഇടമായി ഈ
സ്റ്റാർട്ടപ്പുകൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള മുന്നേറ്റം തൊഴിൽ മേഖലയിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകൾ അത് 2000-ആയി വർദ്ധിച്ചു. 2000-ആയി വർദ്ധിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, കുടിശ്ശിക കൂടാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, കുടിശ്ശിക കൂടാതെ കൊടുക്കുക എന്ന് മാത്രമല്ല, അത് കൊടുക്കുന്ന ആളുകളുടെ എണ്ണം നേരെ ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 32 ലക്ഷം ആളുകൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഇന്നത് 64 ലക്ഷം ആളുകളുടെ കൈകളിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേരളത്തിലെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 80,000 കോടി രൂപയാണ് ഡയറക്റ്റായി ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിയതെന്നാണ്. 600 രൂപ കേവലമായ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന 32 ലക്ഷം ആളുകൾ കൊടുത്തുകൊണ്ടിരുന്നത് 18 മാസം കൊടുക്കാതിരുന്ന ഗവൺമെന്റാണ് ഇപ്പോൾ പുതിയ വാഗ്ദാനം ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് 5 പരിപാടിയിൽപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു പോയത് 3000 രൂപ പെൻഷൻ. കേവലം 600 രൂപ പെൻഷൻ 18 മാസം കുടിശ്ശിക വരുത്തിയവർ ഇപ്പോൾ പുതിയ വാഗ്ദാനമായിട്ട് രംഗത്ത് വരുമ്പോൾ അതിനെ വിശ്വസിക്കാനുള്ള മണ്ടത്തരം ഈ കേരളത്തിലെ ജനങ്ങൾ കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവർക്കത് കഴിയുന്ന കാര്യമല്ല. മികച്ച ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. കിഫ്ബി എന്ന പേരിൽ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതി ബഡ്ജറ്റിന് പുറമെ കേന്ദ്ര ഗവൺമെന്റ് ഏത് പ്രതിസന്ധിയിലും ഈ കേരളത്തെ സാമ്പത്തികമായി ഉപരോധിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ കേരളത്തിന് കൈത്താങ്ങി നിന്നത് കിഫ്ബി എന്ന് പറയുന്ന സംവിധാനമാണ്. ബഡ്ജറ്റിന് പുറത്ത് ധനസമാഹരണം നടത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി ദശലക്ഷക്കണക്കിന് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ വികസനമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഗവൺമെന്റ് വലിയ രീതിയിൽ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുമ്പോൾ ഈ കോതമംഗലം കഴിഞ്ഞ 10 വർഷം MLA ആയിരുന്നത് സഖാവ് ആന്റണി ജോണാണ്. ഈ മണ്ഡലത്തിനകത്തൊരു MLA ഉണ്ട് എന്ന് TN ജേക്കബിന് ശേഷം ജനങ്ങൾക്ക് ബോധ്യമായത് ആന്റണി MLA ആയതിനു ശേഷമാണ്. എല്ലാ മേഖലകളിലും സർവതല സ്പർശിയായിട്ടുള്ള വികസനം കൊണ്ടുവന്ന ഒരു MLA-യുടെ സേവനം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിൽ ജാഗ്രത കാണിക്കുന്നു. ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായം നേടിയെടുത്തത് ഈ കേരളത്തിൽ കോതമംഗലം മണ്ഡലത്തിലാണ്. മറ്റ് മണ്ഡലങ്ങളെല്ലാം അപേക്ഷിച്ച് ഈ കോതമംഗലം മണ്ഡലത്തിൽ ചുറ്റുപാടും നടക്കുന്ന ആളുകൾക്കറിയാം, കഴിഞ്ഞ 10 വർഷവും നമ്മുടെ കാലാവസ്ഥ കൊണ്ട് മോശമായിട്ടുള്ള നിരത്തുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പൊതുനിരത്തുകളുടെ ഒരു സ്ഥിതി വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നു വീഴും. ബൈപ്പാസുകൾ കോതമംഗലം ടൗണിലെ ഗതാഗത കുരുക്കഴിക്കുന്നതിന് വേണ്ടിയിട്ട് റിംഗ് റോഡ് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഏതാണ്ട് ആ വലിയ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ കോതമംഗലത്തെ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പശ്ചാത്തല സൗകര്യ വികസനം നടന്നിട്ടുണ്ട്. നമ്മുടെ കോതമംഗലത്തെ ഗവൺമെന്റ് ആശുപത്രി ഇപ്പോൾ ചെന്ന് നോക്കിയാൽ അറിയാം, ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന ആശുപത്രിയുടെ മുഖച്ഛയല്ല ഇന്ന് ആശുപത്രിയിലുള്ളത്. ഡയാലിസിസ് സെന്റർ അടക്കം അവയവമാറ്റം വരെ നടത്തുന്ന ഒരു വലിയ താലൂക്ക് ആശുപത്രി എന്ന നിലയിലേക്ക് നമ്മുടെ ആശുപത്രികൾ മാറി. ഇപ്പോൾ കോതമംഗലത്ത് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വരെ നടന്നിട്ടുള്ള ആശുപത്രിയാണ്. ഒരു മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നമ്മൾ നടത്തിയാൽ 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ഇടാം. എന്നാൽ കേവലം 5000 രൂപ മാത്രം മുടക്കിക്കൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ ആ ചികിത്സാ സമ്പ്രദായം നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ആരോഗ്യരംഗത്ത് നാം നേടിയ നേട്ടത്തിന്റെ നിസ്തുലമായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ആശുപത്രിയുടെ വികസനം അതീവ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രിയിൽ കഴുത്തിറപ്പൻ ഫീസുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ജനകീയ ഗവൺമെന്റ് ഈ നേട്ടങ്ങളാകെ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ ആ നേട്ടത്തെ തൻ്റെ മണ്ഡലത്തിൽ നടപ്പാക്കണമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച്
ജനങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു MLA എന്ന നിലയ്ക്ക് മൂന്നാം വട്ടവും ആന്റണി ജനവിധി തേടുമ്പോൾ ആ ജനവിധിയിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല, വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി സഖാവ് ആന്റണി ജോൺ വീണ്ടും അധികാരത്തിൽ വരും, MLA ആയി തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതിനുവേണ്ടി ജനങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും.